ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു VR റാങ്ക് വെച്ച് കളിക്കാൻ പോകുകയാണ്. ഞാൻ ആണ്ട് ഇപ്പം റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി വന്നു. അപ്പോൾ ഇതിനകത്തുള്ള ഒരാൾ ലെഫ്റ്റായിപ്പോയി. പിന്നെ ഞാനാണെങ്കിൽ രണ്ട് പേര് വെച്ചുള്ള കളിക്കാമെന്ന് വിചാരിച്ച്. ഒരാളാണെങ്കിൽ നല്ലപോലെ ടോപ്പ് അപ്പ് ചെയ്യുന്ന പ്ലെയറാണ്. M10 ഒക്കെ 7 മാക്സ് ലെവലാണ്. അപ്പം നോക്കിയപ്പം അപ്പുറത്ത് വീണ്ടും നമ്മൾ 3 പേര് വെച്ച് സ്റ്റാർട്ട് ചെയ്ത്. അതിൻ്റെ കൂടെ വന്ന ഒരാളാണെങ്കിൽ മലയാളിയാണ്. ഞാൻ പിന്നെ കുറേ പ്രാവശ്യം പറഞ്ഞ മൈക്കോണൊക്കെ, പക്ഷെ കേട്ടില്ല പുള്ളി. പിന്നെ കളി തുടങ്ങി. പുള്ളി മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും ഒന്നുകൂടെ പറഞ്ഞ്. അപ്പം പുള്ളി കേട്ടൊന്നുകൂടെ മൈക്കോണാക്കി. അപ്പം ലാസ്റ്റ് സോണൊക്കെ എത്താറായിരുന്നു അപ്പം നോക്കുകയാണെങ്കിൽ ലോബി നിൽക്കുകയാണ്. നമ്മൾ 2 ദിവസം കൊണ്ട് എടുത്ത അക്കൗണ്ടാണിത്. കുറച്ച് പേരാണെങ്കിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് 2 സെക്കൻഡും കൂടെ മതി. അത് കാരണമാണ് ഞാൻ എൻ്റെ ഇയർബഡ്സ് ഓൺ ആക്കുകയാണ്. അതിൻ്റെയാണ്. നമ്മൾ അവൻ്റെ ടോപ്പിലിറങ്ങാനാണ് നമ്മുടെ പ്ലാൻ. എൻ്റെ പ്ലാൻ എൻ്റെ ടോപ്പിലിറങ്ങാനായിരുന്നു. ഈ ടീം 2 പേര്, ഒരാൾ ലെഫ്റ്റ് അടിച്ചു പോയി. ബാക്കി 2 പേര് ലെഫ്റ്റ് അടിച്ചു പോയി. ഒരാൾ എൻ്റെ കൂടെ അൺഫോളോ അടിക്കാൻ നിൽക്കുന്നുണ്ട്. നോക്കാം മരിക്കോ ഇല്ലയെന്ന് നോക്കാം. ഞാൻ നേരെ പോയി താഴെ ഇറങ്ങിയിട്ടുണ്ട്. കൈ കിട്ടിയത് ആകെ MAC-10 ആണ്. ഫ്ലാഷ് ഇട്ട് കയറി ചെന്ന് നല്ല തലടിച്ച് പൊളിച്ചു. പിന്നെ നോക്കണമെങ്കിൽ ഒരു ഗ്ലൂ വാൾ അറിയാതിട്ടാണ്. ഗ്ലൂ വാൾ എനിമിയുടെ ഓപ്പോസിറ്റ് അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചാണ്, പക്ഷെ വീണില്ല. പുള്ളിയുടെ XM8 7 ലെവലൊക്കെ ആയിരുന്നു. എനിക്ക് നല്ല ഡാമൊക്കെ കിട്ടി. ഞാൻ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ മലയാളി ബ്രോ ഇപ്പം എന്താണ്ട് ഒരാളുടെ കൂടെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ലൂട്ടൊക്കെ കിട്ടുമെന്ന് നോക്കുകയാണ്. ലൂട്ട് കിട്ടാറായി. ലൂട്ടൊക്കെ ഏകദേശം സെറ്റായി. ഞാൻ കയറി ചെന്നപ്പോൾ ഒരാളത് നിൽക്കുന്നു. MAC-10 തലയടിച്ചങ്ങ് പൊളിച്ചിട്ടുണ്ട്. അടുത്ത നോക്ക് ബേബി ഷോട്ട് ഗൺ വെച്ച് 2 അടി കൊടുത്തു, എന്നിട്ടും മരിച്ചില്ല. പിന്നെ ബേബി ഷോട്ട് ഗൺ മാറ്റിയിട്ട് MAC-10 എടുത്ത് കളി തുടങ്ങി. പുറകിലാണെങ്കിൽ അടി ട്രോ ഗണ്ണിന്. നോക്കണമെങ്കിൽ വൂങ്കോങ് ഇട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പിന്നെ അവിടെ ഗ്ലൂ വാളിട്ട് സേഫ്റ്റിക്ക് വേണ്ടി നോക്കുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ പുള്ളി ലോക്ക് വീഴുന്നില്ല. ലോക്ക് വീഴുന്നില്ല. നല്ല ഡാമ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് ഹീലടിക്കാൻ പോവാണ്. വെറും 5 മെഡിക്കിറ്റേ ഉള്ളു. അയ്യോ, പോയോ? ഇല്ല, കാണുന്നില്ലല്ലോ. അപ്പം 3 മെഡിക്കിറ്റായി, തീരാറായി. എന്തായാലും കുറച്ച് AR കൂടെ കിട്ടിയിട്ടുണ്ട്. താഴെ ഒരു എനിമി. ആണെങ്കിൽ അവിടെ ഉള്ള എനിമി പോയോന്ന് അറിഞ്ഞൂടാ. പോയെന്ന് തോന്നുന്നു. നോക്കുകയാണെങ്കിൽ ഞാനവിടെ സേഫ്റ്റിക്ക് വേണ്ടി നിൽക്കുകയാണ്. അപ്പം നോക്കിയപ്പോൾ നമ്മുടെ കയ്യിലൊന്നുമില്ല മേടിക്കാൻ. ആ എനിമി അവിടെ തന്നെ ഉണ്ടോ? അയ്യോ, നമ്മളെ അപ്പുറത്തുനിന്ന് അടിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ അപ്പുറത്തുനിന്ന് തന്നെ അടിച്ചിട്ട് ഓഫ്ലൈൻ. ഓഫ്ലൈൻ എന്ന് പറയുന്ന ഒരു പുള്ളിയാണ് നമ്മളെ അടിച്ചിട്ട്. പിന്നെയും നമ്മൾ റിവൈവ് ചെയ്തിട്ടുണ്ട് കൂട്ടുകാരെ. അപ്പം നമ്മളിത് ബോക്സിങ് ജിമ്മിൻ്റെ അടുത്താണ് പോയി ഇറങ്ങാൻ പോകുന്നത്. എന്തായാലും അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ച്. കുറച്ച് ലൂട്ടൊക്കെ സെറ്റാണ്. മറ്റേ മലയാളി പുള്ളി ഇവിടെയൊക്കെ വെച്ചാണ് എൻ്റെ അടുക്ക ടീമപ്പായി പിന്നെ സംസാരിക്കാൻ തുടങ്ങി. ചെറിയ ലൂട്ട് കിട്ടിയപ്പോഴാണ് എൻ്റെ ബോഡിയെല്ലാം സെറ്റായത്. ഹെൽമെറ്റൊന്നും കിട്ടിയില്ലായിരുന്നു. ഹെൽമെറ്റ് 1 ആയിരുന്നു, വെസ്റ്റും 1 ആയിരുന്നു. ഒരു ഗ്ലൂ വാളേ ഉള്ളായിരുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ M4A1 1 കിട്ടി, AK-47 കിട്ടി. നോക്കുകയാണെങ്കിൽ ഒരു M10 കിട്ടിയിട്ടുണ്ട്. നോക്കിയപ്പോൾ അവിടെ 500ൻ്റെ ഒരു കോയിനും കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്ത്
താഴെ 3x11 ഒരു ഹെൽമെറ്റും എടുത്ത് നമ്മൾ കളിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും എനിക്ക് തോന്നി എന്തായാലും ഇതുവരെ AK എടുത്ത് കളിച്ചിട്ട് ഒരു മാറ്റം വന്നിട്ടില്ല, എന്തായാലും നോക്കാം എന്തായാലും ഞാൻ AK എടുത്ത് കളിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് അവിടെ കിടന്ന് മാഗ്ഡൻ കിട്ടിയ മാഗ്ഡന് ഞാൻ 46ാം സ്ഥാനമായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അക്കൗണ്ടിൽ കളിക്കാൻ പറ്റാതായപ്പം പിന്നെ ഞാൻ 80 ലെവലിലോട്ട് മാറിയതാണ് തന്നെത്താനെ ഓട്ടോമാറ്റിക്കലി. നോക്കുകയാണെങ്കിൽ ആ മലയാളി പുള്ളി ഒന്നുകൂടെ റിവൈവ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പം കൂട്ടുകാരൻ വീണ്ടും മരിച്ചു. അപ്പം കൂട്ടുകാരനെ വീണ്ടും റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. മരിച്ചോ? ആ കോയിൻ കാണാം. അപ്പോൾ കോയിൻ എടുത്ത് ചേരാമോ, ഇല്ലെങ്കിൽ പോയി റിവൈവ് ചെയ്തിട്ട് മതി. എന്തായാലും 600 ടോക്കൺ ഉണ്ട്, പോയി റിവൈവ് ചെയ്തിട്ട് വരാം. പുള്ളി ഇപ്പം അടുത്താണ് വന്നിറങ്ങിയത്. അപ്പം 2 പേരും ഞാൻ പൊക്കിയാണ്, 2 പേരും മരിച്ചുപോയി. അപ്പോൾ ഇനി ഞാൻ മറ്റേ പുള്ളിയുടെ അടുത്ത് പോയി മൈക്ക് ഓണാക്കാൻ പറയാം. ബ്രോ മൈക്ക് ഓണാക്കോ? ബ്രോ മൈക്ക് ഓണാക്ക്. ഹലോ ബ്രോ ഒന്ന് മൈക്ക് ഓണാക്കോ? ബ്രോ ഒന്ന് മൈക്ക് ഓണാക്ക് ബ്രോ. ഹലോ ബ്രോ മൈക്ക് ഓണാക്ക് ബ്രോ. അവിടെ നിൽക്ക് ബ്രോ ഒന്ന് മൈക്ക് ഓണാക്ക് ബ്രോ. ഹലോ ബ്രോ ഒന്ന് മൈക്ക് ഓണാക്ക് ബ്രോ. ഹലോ ബ്രോ ഒന്ന് മൈക്ക് ഓണാക്കുമോ? മൈക്ക് ഓണാക്കോ ബ്രോ ഒന്ന് മൈക്ക് ഓണാക്ക് ബ്രോ. ഹലോ ഒന്ന് മൈക്ക് ഓണാക്ക് ബ്രോ. ഹലോ ഒന്ന് മൈക്ക് ഓണാക്ക് ബ്രോ. ഹലോ ഒന്ന് മൈക്ക് ഓണാക്കോ ബ്രോ. ഹലോ ഒന്ന് മൈക്ക് ഓണാക്ക്. ഇപ്പം മൈക്ക് ഓണാക്കിയിട്ടുണ്ടായിരുന്നു. പുള്ളി പറയുന്നത് പുള്ളിക്ക് മാഗാണ് കുറച്ച് ബെറ്റർ എന്ന് പറയുന്നത്. അപ്പം മാഗൊക്കെ ഞാനവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. മാഗ് എടുത്ത് കളിക്കാമെന്ന് പറയുകയും ചെയ്തു. ഇതുവരെ വന്നില്ല, പുള്ളി കണ്ടില്ല. പിന്നെ വേറെ ഒരു കൂട്ടുകാരൻ വരുന്നുണ്ട്. ആ കൂട്ടുകാരൻ പോയി ലൂട്ടൊക്കെ സെറ്റായില്ല അവരുടെ. അവരൊക്കെ വന്ന് ഇറങ്ങിയത് കുറച്ച് മുമ്പേ AK കിട്ടിയായിരുന്നു അവർക്ക്. ആ DJ അലോക്കാണെങ്കിൽ അവിടെ കിടന്ന് ഒരു മാഗും എടുത്തുകൊണ്ട് പോയി. പിന്നെ ഞാൻ പുള്ളിയോട് പറഞ്ഞായിരുന്നു, ബ്രോ ആ മാഗ് എടുക്കണേ. പുള്ളി അവിടെ കിടന്ന് പുള്ളി ആ മാഗ് എടുത്തുകൊണ്ട് പോയായിരുന്നു. പുള്ളി അവിടെ കിടന്ന് ഞാൻ പറഞ്ഞ് പുള്ളിയുടെ അടുക്ക അവിടെ ഞാൻ അതിൻ്റെ ഉണ്ടിട്ടിട്ടുണ്ട്, പോയി എടുത്തോളാൻ. പിന്നെ പുള്ളി അവിടെ നിൽക്കുമായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം നിന്ന് സംസാരിച്ച് പിന്നെ നമ്മൾ അങ്ങോട്ടും നീങ്ങി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അവിടെ ആയിട്ട് ഇച്ചിരി ചെറിയ ഫൈറ്റ് കണ്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരൻ വിളിച്ചായിരുന്നു. ഹിന്ദിക്കാരനാണ്. വിളിച്ചപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെന്നായിരുന്നു. കേട്ടില്ല, ഫൈറ്റിൻ്റെ ചെറിയ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ അപ്പുറത്തെ സൈഡിലുള്ള ഒരു സൂപ്പർ മെഡിക്കിറ്റ് കണ്ടുകൊണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെങ്ങാണ്ട് വെച്ചൊക്കെ ആയിരുന്നു ഒരു ഫൈറ്റൊക്കെ വന്നായിരുന്നു. പിന്നെ ഞാൻ മോൺസ്റ്റർ ട്രക്ക് ഇവിടെങ്ങാണ്ട് കിടക്കുന്നത് കണ്ടോ, അങ്ങനെ മോൺസ്റ്റർ ട്രക്കും എടുത്തുകൊണ്ട് ഹിറ്റ് ലിസ്റ്റിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നോക്കുകയാണെങ്കിൽ ഡ്രോപ്പിൻ്റെ ആ ചില്ല് പോലത്തെ ആ സാധനം മഞ്ഞ കളറായപ്പോൾ ഞാൻ മാപ്പിലെടുത്ത് നോക്കി പെട്ടെന്ന് എനിമിയാണോ അടുത്തെന്ന്. ഞാൻ പേടിച്ച് പോയി കണ്ടപ്പോഴത്തേക്കും നോക്കുകയാണെങ്കിൽ എനിമി അടുത്തോട്ട് വരുന്നതിൻ്റെ കൂട്ടുണ്ട്. ഞാൻ മാപ്പ് നോക്കി ഇങ്ങനെ എനിമിയുടെ അടുത്തോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. 2 എനിമിയും കൂട്ടിമുട്ടാറായിരുന്നു. ഹിറ്റ് ലിസ്റ്റും ഒരു സോളോ ഡയർ വെച്ചിരുന്ന ഒരു എനിമി. നോക്കുകയാണെങ്കിൽ അവർ 2 പേരും ഇച്ചിരി അടുത്തടുത്തായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക്. ഇച്ചിരി അടുത്തായിരുന്നു. ഞാൻ അപ്പം നമ്മുടെ ടീംമേറ്റ്സിനെ എല്ലാവരെയും അങ്ങോട്ട് വാ ബ്രോ വരാം ബ്രോ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചായിരുന്നു. നോക്കിയപ്പോൾ പെട്ടെന്ന് ഹിറ്റ് ലിസ്റ്റ് അവിടെ നിന്ന് ഇച്ചിരി അങ്ങോട്ട് നീങ്ങിപ്പോയായിരുന്നു. ഞാൻ അവിടെ ഉള്ള കോയിനൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു. നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
എന്തായാലും എനിമി കണ്ടു കഴിഞ്ഞാൽ തലയ്ക്ക് എയിമി ഇട്ടിക്കഴിഞ്ഞാൽ ചാവും എന്നുള്ള പേടിയിൽ ഞാൻ ഇവിടെ നിർത്തിയിട്ട് നേരെ ഇതിനകത്തോട്ട് ചാടിക്കയറി പോകാൻ തുടങ്ങി. നേരെ ഇവിടെ വന്നപ്പോൾ അവിടെ ചെറിയ ഫൈറ്റൊക്കെ കേട്ട് ഞാനിവിടെ 2 ഗ്ലൂ വാൾ ഇട്ടു. ഒരു നെയ്ഡ് എറിഞ്ഞാൽ എന്തായാലും നോക്കാവുമെന്നും പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ 2 എനിമി താഴെയുണ്ട്. അപ്പോൾ ഒരുത്തനെ ഞാൻ മാഗ് എടുത്ത് ഇവിടെ തലക്കടിച്ച് നോക്കാക്കി ഇട്ടിട്ടുണ്ട്. അപ്പം തന്നെ അവൻ്റെ കൂട്ടുകാരൻ വീണ്ടും റിവൈവ് ചെയ്തിട്ടുണ്ട്. പുള്ളി അങ്ങോട്ട് ഓടിപ്പോകുന്ന സമയത്ത് ഞാൻ വീണ്ടും പുള്ളിയെ അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ പുള്ളിയുടെ കൂട്ടുകാരൻ ടീംമേറ്റ് അവിടെ ഗ്ലൂ വാളൊക്കെ പൊട്ടിച്ചിറങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭയങ്കര പേടിയിൽ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്തായാലും തലക്കടിക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ച്. കാരണം ഞാൻ എങ്ങനെയെങ്കിലും കുത്തി പിടിച്ചങ്ങ് നോക്കാക്കിയിട്ടുണ്ട്. ഇമോട്ടിടാനല്ല, അത് വെച്ച് അടിച്ച് കൊല്ലാനായിരുന്നു. കുറച്ച് ലൂട്ടൊക്കെ സെറ്റായി ആണ് സ്കാർ ലെവൽ 3 കിടക്കുന്നുണ്ട്. കുറച്ച് നല്ല ചിപ്പൊക്കെ കിട്ടി. സ്കാർ ലെവൽ AK മാറ്റിയിട്ട് സ്കാറാക്കി. നോക്കിയപ്പോൾ അവിടെ കിടക്കുന്ന അത് മതിയായിരുന്നു മാക്ക്. ഞാനവിടെ വീണ്ടും മോൺസ്റ്റർ ട്രക്ക് എടുത്തൊന്ന് ഇവിടെ നിന്ന് ഓടാമെന്ന് വിചാരിച്ചു. എനിക്ക് വയ്യ. ഞാൻ പിന്നെ അപ്പുറത്ത് നോക്കിയപ്പോൾ ഉണ്ടാവും വന്ന് ഇറങ്ങുന്നതുകൊണ്ട് ഞാൻ ഇനി പോയതാണ്. അപ്പോഴത്തേക്കും പുറകിൽ നിന്ന് ഫ്രണ്ടിൽ നിന്നൊക്കെ അടി കിട്ടി. പിന്നെ നമ്മുടെ 3ാമത്തെ ബ്രോയും നോക്കായി അവിടെ വീണായിരുന്നു. മറ്റവർ 2 പേരും അവിടുന്ന് നൈസിനങ്ങ് പോയി. ഞാൻ നോക്കായി കിടന്നത് കാരണം മറ്റേ ബ്രോ ഇപ്പോഴേ നോക്കായി. അപ്പോൾ എന്നെ ഇവിടെ അടിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ 2 പേരുണ്ട് നമ്മുടെ കൂട്ടുകാരൻ. ഒരു കൂട്ടുകാരനാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഗ്ലൂ വാൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ സ്കെപ്റ്റേറ്റ് മാറ്റി ഇയാൾക്ക് സപ്പോർട്ട് കൊടുക്കായിരുന്നു വെറുതെ. ഇയാൾ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾ വീണ്ടും ഇതാക്കി. അപ്പുറത്തു നിന്ന് ഒരു ബൈക്കുകാരൻ പോകുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ മറ്റേ പുള്ളി അവിടെ നല്ല ഫൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൂടെ അപ്പുറത്ത് നല്ല ടീമൊക്കെ വരുന്നുണ്ടായിരുന്നു. നമ്മളെ അടിച്ചിട്ട ടീം തന്നെ അപ്പം ഞാൻ അവൻ്റെ അടുക്ക പറഞ്ഞു, ബ്രോ അടിക്കല്ലേ ബ്രോ, അവിടെ നല്ല ടീമാണ്, അവർ നമ്മളെ അടിച്ചിട്ടാണ്, ഒരു സ്ക്വാഡ് ഫുള്ളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് സൈഡിലൊക്കെ പോകുന്ന പുള്ളിയെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അത് കാരണം ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് പൊക്കിയിടുമെന്ന് പറഞ്ഞപ്പോൾ കേൾക്കുന്നില്ല. പുള്ളി വീണ്ടും ഇങ്ങനെ നിൽക്കുക. അങ്ങനെ പുള്ളി വീണ്ടും താഴോട്ട് കയറി. താഴെ അവിടെ ഫൈറ്റ് നടക്കുന്നതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് പോയി. സോണിയെ അടിച്ച് നോക്കാക്കിയിട്ടിരുന്നു. പുള്ളി ഹെഡ് അടിച്ചതിനെ നോക്കാക്കിയിട്ടുണ്ട്. കാണാതെ വിചാരിച്ച ഒരു ഹെഡ് നോക്കായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു പുള്ളി ഇപ്പോഴേ നോക്കായി വീഴുമായിരിക്കും. അപ്പോൾ അവിടെ താഴെ കിടന്ന് അവൻ നോക്കാക്കിയ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു. നോക്കിയപ്പം കുമ്മിയതാണ്, കുമ്മിയെടുത്തതാണ്. അപ്പം നോക്കുകയാണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് കോയിൻ എടുത്ത് ഞങ്ങളെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. മറ്റവൻ സോണിൻ്റെ അടുത്തായിരുന്നു. എന്തായാലും മരിക്കുമെന്ന് തോന്നി. അപ്പോഴത്തേക്കും മറ്റവനാണെങ്കിൽ നമ്മളെ റിവൈവ് ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ നേരെ പോയി എനിമിയുടെ സൈഡിൽ പോയി ഇറങ്ങി ഹെഡടിക്കുക എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്കും ഒരു പുള്ളിയാണെങ്കിൽ ബൈക്കിൽ വന്നിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ സൈഡിലോട്ട് നീങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ആ ഇതുണ്ടോ ബൈക്കിൽ നിന്ന് വരുന്നുണ്ടോ, ഞാൻ പിന്നെ ആ വീടിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് അവിടെ കിടന്ന് ഗ്ലൂ വാൾ ഇട്ടേച്ച് നമ്മൾ ഓടിയിട്ടുണ്ട് അങ്ങോട്ട് ഓടിയപ്പോൾ അവിടെ 2 നോക്ക് കിടക്കുന്നുണ്ട്. ഒന്നിനെ ഫിനിഷ് ചെയ്ത് നമ്മുടെ MP40 ഒക്കെ കിട്ടിയായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ AK എടുത്ത് ഇവിടെ കിടക്കുന്ന കുറച്ച് ലൂട്ടൊക്കെ സെറ്റാക്കി എടുക്കുമായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ എക്സമേറ്റ് കിടക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഞാൻ ഓടി അങ്ങോട്ട് ഇവിടെ നിന്നുകൊണ്ട് മെഡടിക്കാമെന്ന് വിചാരിച്ചപ്പം പറ്റിയില്ല. പിന്നെ ഞാൻ ആ ലോറിയുടെ പുറകിൽ പോയി നിന്ന് മെഡടിച്ച് ഞാൻ അങ്ങോട്ട് ഗ്ലൂ വാൾ ഇട്ട് പോകാമെന്ന് വിചാരിച്ച് നോക്കിയപ്പം 6 പേര് സ്റ്റിൽ അലീവുണ്ട്. ഒരു ടീമാണ്. ഞങ്ങൾ 2 പേരും ഒരു ടീമും ഉണ്ട്. ടീം പാവാന്ന് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു. എൻ്റെ ഉണ്ടയൊക്കെ പോയി ഞാൻ തലക്ക് ചെയ്തടിക്കാമെന്ന് വിചാരിച്ചാൽ പുറകിൽ കൂടെ എന്നെ ബൈസൺ എടുത്ത് വെച്ച് അടിച്ചതാണ്. ഗ്രനേഡും വീണായിരുന്നു എനിക്ക്.
അപ്പോഴത്തേക്കും അവർ ഫുള്ള് ടീമും കയറി കളിയെടുത്ത്. ഞാനാണെങ്കിൽ 3 എലിമിനേറ്റ് ചെയ്തോളൂ. പിന്നെ എനിക്ക് ഹീറോയ്ക്ക് 2 സ്റ്റാർ അടിച്ച്. അങ്ങനെ ഞാൻ 3 എലിമിനേറ്റ് 1950 ഡാമേജും കൊടുത്തു. ശരി, എന്നാ ബൈ.